സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തുന്ന ഈ അൺപ്രൊവോക്ഡ് ഫയറിങ്ങിൽ നമ്മളുടെ 3 സാധാരണക്കാർ നിരപരാധികളായ നാട്ടുകാർ കൊല്ലപ്പെട്ടു എന്ന വിവരം സേന തന്നെ പറയുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം അതിശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ എത്ര കാഷ്വാലിറ്റി എന്നത് ഇനിയിപ്പോൾ എണ്ണം എടുക്കേണ്ടി വരും. അപ്പോൾ ഈ തുടർച്ചയായി ഇത് തന്നെയാണ് പാകിസ്ഥാൻ നിരന്തരമായി ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നടപടിക്ക് പകരമൊക്കെ അവർ ചെയ്യുന്നത് സിവിലിയൻ മേഖലയിൽ നടത്തുന്ന ഈ പറയുന്ന അതിമാരകമായ ആക്രമണമാണ്. വെടിനിർത്തൽ കരാറൊക്കെ നിലവിൽ നിൽക്കുമ്പോഴും അത് ഏകപക്ഷീയമായി ലംഘിച്ച് തുടർച്ചയായി നടത്തുകയാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം 3 സാധാരണക്കാർ ആ മേഖലയിൽ കൊല്ലപ്പെട്ടു എന്നതാണ്. ഇന്ത്യൻ സേന അതിശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുലർച്ചെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണുന്നത് ഇന്ത്യ പഹൽഗാമിന് നൽകിയ അതിശക്തമായ തിരിച്ചടിയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ്. അത് കേവലം ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലല്ല, പാകിസ്ഥാന്റെ 9 എണ്ണപ്പെട്ട ഭീകരവാദ കേന്ദ്രങ്ങൾ, ഭീകരവാദികളെ വിരിച്ചിറക്കുന്ന ഇൻക്യുബേഷൻ സെന്ററുകൾ തകർത്തിട്ടുണ്ട്. POKയിൽ മാത്രമല്ല പാകിസ്ഥാനിൽ തന്നെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്കാൾ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടന്നത്. അത് വിജയം കണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ആ കേന്ദ്രങ്ങൾ, ലക്ഷ്യം വെച്ച കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി എന്ന് സ്ഥിരീകരിക്കുകയാണ് സേനാ വിഭാഗങ്ങൾ. അതിനുശേഷം സുരക്ഷിതരായി തന്നെ നമ്മളുടെ ആ ഏറ്റുമുട്ടലിൽ അല്ലെങ്കിൽ ആ നീക്കത്തിൽ പങ്കെടുത്ത നമ്മളുടെ സൈനിക സംവിധാനങ്ങൾ, കര വ്യോമസേനയുടെ സംവിധാനങ്ങളൊക്കെ നമ്മളുടെ ക്യാമ്പിൽ തന്നെ സുരക്ഷിതമായി ഉണ്ട്. ഇത് അതിർത്തി കടന്നിട്ടുണ്ടോ നമ്മളുടെ റഫാൽ യുദ്ധവിമാനങ്ങൾ എന്ന് നമുക്കറിയില്ല. അത് സേന തന്നെയാണ് സ്ഥിരീകരിക്കേണ്ടത്. ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ നിന്നുകൊണ്ട് മിസൈലുകൾ ഉപയോഗിച്ച് ഈ ലക്ഷ്യങ്ങൾ ഭേദിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. സ്കാൾ മിസൈലിൻ്റെ പ്രത്യേകത റഫാലിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തത് കൂടിയാണ്. ബ്രിട്ടൻ, ഫ്രാൻസ് സംയുക്തമായി ഒക്കെ വികസിപ്പിച്ചെടുത്തതാണ്. ആ സ്കാൾ മിസൈലുകൾ ഈ റഫാൽ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ച് അത് ഒരുപക്ഷെ ഇന്ത്യൻ അതിർത്തി ലംഘിക്കാതെ, ഇന്ത്യൻ വ്യോമാതിർത്തി കടക്കാതെ ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ ലക്ഷ്യങ്ങൾ തകർക്കാവുന്നതാണ്. ഇതിൽ പല കേന്ദ്രങ്ങളും പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങളോട്, സൈനിക കേന്ദ്രങ്ങളോട് ചേർന്നിട്ടുള്ളതാണ്. മുൾട്ടാൻ അവരുടെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒരു സൈനിക ഒരു പട്ടണമാണ്. മുൾട്ടാൻ ഏറെ അടുത്തുള്ള ഒരു നഗരത്തിലെ ഒരു കേന്ദ്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ ഭീകരവാദികളെ വിരിയിച്ചിറക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. നിരവധി ഭീകരവാദികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കണക്കുകൾ കൃത്യമായി വരുന്നതേ ഉള്ളൂ. 7, 9, 12, 17 അങ്ങനെ പോകുന്നു കണക്ക്. അതിൻ്റെ വിവരങ്ങൾ ഒരു പക്ഷേ വരാനിരിക്കുന്നുണ്ട്. ഈ രാവിലെ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. അവിടെ 10 മണിക്ക് സംയുക്ത വാർത്താ സമ്മേളനം വരാൻ പോകുന്നു. അതിൽ ഔദ്യോഗികമായ വിശദീകരണമുണ്ട്. ഈ രാത്രി രാജ്യം ഉറങ്ങിയിട്ടില്ല. ഈ തിരിച്ചടിക്ക് തൊട്ടു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര വിദഗ്ധരുമായി, ആഗോളതലത്തിൽ നയതന്ത്ര വിദഗ്ധരുമായി സംസാരിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി സംസാരിച്ചിട്ടുണ്ട്, റഷ്യയുമായി സംസാരിച്ചിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റ് കൺട്രികളുമായി സംസാരിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങളോട് ഇന്ത്യൻ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സൈനിക താവളവും ആക്രമിച്ചിട്ടില്ല, ഒരു സിവിലിയൻ കേന്ദ്രവും ആക്രമിച്ചിട്ടില്ല. നമ്മൾ തകർത്തത് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കയറ്റി അയക്കുന്ന ലോഞ്ച് പാഡുകളോ ഭീകരവാദ കേന്ദ്രങ്ങളോ ആണ്. ലഷ്കർ ഇ തയ്യബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഇവിടെ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ പാകിസ്ഥാന് ഏതെങ്കിലും തരത്തിൽ ഒരു വിശദീകരണം നൽകാൻ കഴിയില്ല. കാരണം അവരോട് ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ അയക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത്, ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കണമെന്നത് ലോകം പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അത് കേൾക്കാതെ നിരന്തരമായി നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കുള്ള അതിശക്തമായ മറുപടിയാണ് നമ്മൾ നൽകിയിരിക്കുന്നത് സിന്ദൂറിലൂടെ. ഓപ്പറേഷൻ സിന്ദൂർ അഭിമാന സിന്ദൂരം, രാജ്യത്തിന്റെ അഭിമാന സിന്ദൂരത്തിന്റെ വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇനിയും ഉണരാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണരൂ. രാജ്യം തിരിച്ചടിച്ച പുലർച്ചെയാണ് എന്ന് കൃത്യമായി പറയാം. ഇനി വരാനുള്ളത് പ്രധാനപ്പെട്ട യോഗങ്ങളാണ്. 10 മണിക്ക് വരാനിരിക്കുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും MOD പ്രതിരോധ മന്ത്രാലയത്തിന്റെയും സംയുക്ത വാർത്താ സമ്മേളനം. 11 മണിക്ക് വരാനിരിക്കുന്നു സുരക്ഷാ സമിതി യോഗം. ആക്രമണത്തിന് ശേഷം ആദ്യമായി CCS ചേരാൻ പോകുന്നു, സുരക്ഷാ സമിതി യോഗം ചേരാൻ പോകുന്നു. 11 മണിക്ക് ശേഷം കേന്ദ്ര ക്യാബിനറ്റ് ചേരാൻ പോകുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നു. പാകിസ്ഥാനിൽ അങ്ങേയറ്റത്തെ പരിഭ്രാന്തി, അങ്ങേയറ്റത്തെ ഭയം, പേടി പ്രകടമാണിപ്പോൾ. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് സ്ലീപ്പ് ടൈറ്റ് നേഷൻ, അവർ PAF ഈസ് അവേക്ക്, ശക്തമായി ഉറങ്ങൂ രാജ്യമേ, നമ്മുടെ വ്യോമസേന ഉണർന്നിരിക്കുന്നുവെന്ന് അവർ പാകിസ്ഥാന് വ്യോമസേന ട്വീറ്റിട്ട് 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കാണ് ഈ പറഞ്ഞ പോലെ എണ്ണം പറഞ്ഞ 9 കേന്ദ്രങ്ങൾ ആക്രമണം നടത്തുന്നത്. ഈ പറഞ്ഞ എണ്ണം പറഞ്ഞ 9 കേന്ദ്രങ്ങൾ, ശക്തമായ എണ്ണം പറഞ്ഞ 9 കേന്ദ്രങ്ങൾ തന്നെയാണ്. അതിൽ ലഷ്കർ ഇ തൊയ്ബയുടെയും ജമാഅത്ത് ഉദ്ദാവയുടെയും ഒക്കെ ബേസ് ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന, അവരുടെ ശക്തമായ സ്ട്രോങ് ഹോൾഡായ, അവരുടെ ടെറർ ക്ലസ്റ്ററുകൾ നിലനിൽക്കുന്ന മുസാഫറാബാദിലെ കേന്ദ്രം എന്നൊക്കെ പറയുന്നത്, അവിടെ ഈ നുഴഞ്ഞുകയറ്റക്കാരെ അവിടെ കൊണ്ട് എത്തിച്ച് അവർക്ക് പാക് സേനയും ISIയും പരിശീലനം കൊടുത്ത് ഇന്ത്യൻ മണ്ണിലേക്ക് നുഴഞ്ഞു കയറി ഈ മണ്ണിനപ്പുറത്തിരുന്നുകൊണ്ട് ഇവർ നടത്തുന്ന ഈ ഇത്തരം അതിക്രിയകളെ, നികൃഷ്ട പണികൾക്ക് റിമോട്ട് കൺട്രോൾ എന്ന പോലെ
അവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്ന സ്ഥലമാണ് മുസാഫറാബാദിൽ ആക്രമിക്കപ്പെട്ടത്. അവിടെ പാകിസ്ഥാൻ സേനയുടെയും ISIയും സംയോജിതമായി നടത്തുന്ന ഒരു ടെറസൽ അറ്റാക്ക് ചെയ്ത് തകർത്ത് കളഞ്ഞു എന്ന വിവരമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അറ്റാക്കിൻ്റെ സ്കാൽപ് മിസൈലിൻ്റെ അല്ലെങ്കിൽ ഹാമർ ബോംബുകളുടെ ഉപയോഗിച്ച ആയുധങ്ങളുടെ 9 കേന്ദ്രങ്ങൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നതിൻ്റെ 9 കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തതിൽ ആർക്കൊക്കെ ജീവഹാനിയുണ്ട്, ഏതൊക്കെ പ്രധാനപ്പെട്ടവർക്ക് ജീവഹാനി ഉണ്ടായി, അതിൽ മസൂദ് അസർ അടക്കമുള്ളവരുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിവരങ്ങൾ വരേണ്ടത് 10 മണിയിലെ വാർത്താ സമ്മേളനത്തിലാണ്. അല്പസമയത്തിനകം നമ്മൾ ആ വാർത്താ സമ്മേളനത്തിലേക്ക് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഇനിയും ഉണരാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ ഉറപ്പായും ഉണരണം. ഇത് രാജ്യത്തിൻ്റെ പ്രതികാരത്തിൻ്റെ പുലർച്ചെയാണ്, പ്രതികാരത്തിൻ്റെ രാത്രിയാണ് കടന്നുപോയത്. 9 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. അവിടെ പാകിസ്ഥാനിൽ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അവർക്ക് ഏൽക്കാൻ കഴിയുന്ന അങ്ങേയറ്റത്തെ അപമാനം, അങ്ങേയറ്റത്തെ നാണക്കേട് നേരിട്ട രാത്രി കൂടിയാണിത്. അവരുടെ എയർ ഡിഫൻസ് അമ്പെ പരാജയമാണ് എന്ന് തെളിയിക്കപ്പെട്ട രാത്രിയാണിത്. ഇന്ത്യയുടെ ആകാശത്തെ വ്യോമ മേധാവിത്വം അത് ചോദ്യം ചെയ്യാൻ കഴിയാത്തതാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ദുർബല രാജ്യത്തിന് ചെറുക്കാനേ ആവാത്തതാണ്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ തിരികെ അതിർത്തിക്കപ്പുറം സുരക്ഷിതമായി എത്തി എന്നൊക്കെ പറയുമ്പോൾ അവർക്കുണ്ടാക്കുന്ന എംബറാസ്മെന്റ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നതും അവരുടെ സ്ഥിരം പണിയാണത്, പാവപ്പെട്ടവർക്ക് നേരെ ആക്രമണം നടത്തുക എന്നുള്ളതാണ്. ഈ പറയുന്ന അൺപ്രൊവോക്ഡ് വയലേഷൻ തുടരുന്നു. നിയന്ത്രണ രേഖയിൽ പാക് ഇല്ലെങ്കിൽ 3 പേർ, നേരത്തെ ബൽറാം പറഞ്ഞിരുന്നു ഈ പറഞ്ഞ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു എന്നുള്ള കാര്യം. ഞാൻ എടുത്ത് ചോദിക്കുകയും ചെയ്തിരുന്നു. അതിൽ 3 മരണം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ സേന അതിന് ഏത് രീതിയിൽ ശക്തമായ മറുപടി കൊടുക്കുന്നു? അതിർത്തി കുറച്ചുകൂടി കലുഷിതമാകുന്നുണ്ടോ ബൽറാം? ഹാഷ്മി, ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ തകർന്നുപോയ പാകിസ്ഥാൻ പിന്നീട് കാണുന്നത് ഇന്ത്യൻ അതിർത്തികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്മോൾ ആംസ് ഉപയോഗിച്ചുകൊണ്ട്, ചെറിയ തോക്കുകൾ ഉപയോഗിച്ച് നടത്തിയിരുന്ന വെടിവെപ്പ് ഇപ്പോൾ പീരങ്കികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഷെല്ലുകളും മോർട്ടാറുകളും ഉപയോഗിച്ചാണ് ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത്. അതിൽ പ്രധാനമായും രജൌരി, പൂഞ്ച്, മെന്ദർ എന്നീ മേഖലകളിലാണ് അതികഠിനമായ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിന് തക്കതായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകുന്നുണ്ട്. 3 ഗ്രാമീണർ പാകിസ്ഥാന്റെ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ സ്ത്രീകളാണ്. അവർ വീടുകൾക്ക് നേരെ നടന്ന ഈ ഷെല്ലാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായുമുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് ശക്തമായ തിരിച്ചടി തന്നെ ഇന്ത്യൻ സൈന്യം നൽകുന്നുണ്ട്. ഈ മേഖലകളിലെല്ലാം തന്നെ അത്യന്തം തയ്യാറെടുപ്പുകളോടെ തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഇന്ത്യൻ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാന് കനത്ത ഒരു തിരിച്ചടി തന്നെ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് ഏത് ആയുധമാണോ ഉപയോഗിക്കുന്നത് അതേ ആയുധം വെച്ച് തന്നെ തിരിച്ചടി നൽകുക എന്നുള്ള ഒരു സമീപനമാണ് ഇന്ത്യൻ സൈന്യം ഈ അതിർത്തി മേഖലകളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ സ്വീകരിക്കുന്നത്. പാകിസ്ഥാന്റെ ഈ കനത്ത ആക്രമണത്തിനും അതേ തോതിലുള്ള മറുപടി തന്നെ ഇന്ത്യ നൽകുന്നുണ്ട്. പ്രധാനമായും ജനവാസ മേഖലകൾ, യഥാർത്ഥ നിയന്ത്രണ രേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സാധാരണക്കാരായ ജനങ്ങളെ കൊലപ്പെടുത്താൻ ലക്ഷ്യം വെച്ച് തന്നെ പാകിസ്ഥാൻ ഈ ഒരു അവസരത്തിലും ആക്രമണം നടത്തുന്നു. അതേസമയം അതീവ ജാഗ്രതാ നിർദ്ദേശം അതിർത്തിയിൽ എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ 2 പ്രധാന വിമാനത്താവളങ്ങളും അടച്ചിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ മേഖല ഏതാണ്ട് മറ്റ് വിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം ശ്രീനഗർ വിമാനത്താവളത്തിലെ സിവിൽ വിമാനങ്ങൾ ഇന്ന് പ്രവർത്തിക്കില്ല. ഈ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന വാഹനങ്ങളെല്ലാം തന്നെ തിരികെ അയക്കുകയാണ്. യാത്രക്കാർ അടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ വിവിധ വിമാന കമ്പനികൾ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് വിമാനങ്ങൾ, ഉത്തരേന്ത്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ലേ, ജമ്മു, ശ്രീനഗർ, അമൃത്സർ, ധരംശല അടക്കമുള്ള 8 വിമാനത്താവളങ്ങളിലും ഈ പ്രവർത്തനത്തെയും ഈ ഒരു സാഹചര്യത്തിൽ ഒരു മുൻകരുതലിന്റെ ഭാഗമായി തന്നെ ഈ 8 വിമാനത്താവളങ്ങളിലെ വ്യോമഗതാഗതത്തെയും ബാധിക്കുന്നുണ്ട്. ഇത് വിവിധ വിമാന കമ്പനികൾ യാത്രക്കാർക്ക് അറിയിപ്പുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് കാലങ്ങളായി ഒരു തലവേദന സൃഷ്ടിച്ചിരുന്ന ഭീകരവാദികൾ 90കൾ മുതൽ ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്തി
നടത്തിയ ഭീകരവാദികൾ, അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൊടും ഭീകരരായി പ്രഖ്യാപിച്ച കുറ്റവാളികൾ, അവർക്ക് പാകിസ്ഥാൻ താവളമൊരുക്കുന്നു. ആ താവളങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ വീണ്ടും ഭീകരവാദികളെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് അയക്കുന്നു. തുടർച്ചയായി ഈ നടപടികൾ നടക്കുന്നതിനിടെ ഇന്ത്യ പലതവണ ഇവരെ കൈമാറാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് ഉണ്ടായില്ല. അത്തരത്തിലുള്ള 2 ഭീകരവാദികൾ, ജെയ്ഷെ മുഹമ്മദ് ഒപ്പം തന്നെ ലഷ്കർ ഇ തൊയ്ബ എന്നീ 2 ഭീകരവാദ സംഘടനകളുടെ നേതാക്കൾ, ഇവരുടെ താവളങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യയുടെ ആക്രമണങ്ങൾ ഉണ്ടായത്. 9 ഇടങ്ങളിൽ 24ഓളം ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് പാകിസ്ഥാന്റെ വാർത്താക്കുറിപ്പിൽ സ്ഥിരീകരിക്കുന്നത്. അതിൽ പാകിസ്ഥാൻ 8 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. ഭീകരവാദികൾ 17 പേർ കൊല്ലപ്പെട്ടതായാണ് അനൌദ്യോഗികമായി ലഭ്യമാകുന്ന കണക്കുകൾ. അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകരവാദികൾക്ക് തങ്ങൾ സംരക്ഷണം നൽകുന്നില്ല എന്നുള്ള നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ കഴിഞ്ഞ ദിവസം UN-ലടക്കം സ്വീകരിച്ച പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതം, പ്രതിച്ഛായ തകർക്കുന്ന ഒരു നടപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. കൃത്യമായി തന്നെ ഈ ഭീകരവാദ താവളങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെ മാത്രം ആഘാതം ഏൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യ ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി നൽകിയിരിക്കുന്നത്. അതിൻ്റെ ആഘാതം വിട്ടൊഴിയാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണ സജ്ജമാക്കിയ ശേഷമായിരുന്നു ഇന്ത്യ ഇത്തരത്തിൽ ഒരു നടപടിക്ക് ഒരുങ്ങിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് പിന്നാലെ പല വ്യാജ കഥകളും പാകിസ്ഥാൻ അനൌദ്യോഗികമായി പാക് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് CNN നൽകിയ ഒരു ടെലിഫോൺ അഭിമുഖത്തിൽ പോലും പാകിസ്ഥാന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഞാൻ നേരത്തെ പറഞ്ഞു